രാവിലെ എഴുന്നേറ്റ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ബ്ലോസം കാണാൻ പോകുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വേഗം ഫുഡെല്ലാം കഴിച്ച് മാറ്റി ഒരുങ്ങി സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ ഉറങ്ങുവാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ അവിടുന്ന് തന്നെ ബാൻഹോഫിലെത്തി അവിടുന്ന് ഗോവിന്ദനെ കാണാൻ പോയി. കാരണം പുള്ളിക്കാരനും വരുന്നുണ്ടേ നമ്മുടെ കൂടെ. അങ്ങനെ ട്രാവലാണ് നമ്മൾ ഒളിമ്പ്യ പാർക്കിലോട്ട് പോയത്. അതെ, ചെറിയ ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് മ്യൂൺഷനിലെ ഒളിമ്പ്യ പാർക്കിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ട്രാം ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വലഞ്ഞൂത്തി നടന്നു. അതിൻ്റെ ഇടയിൽ കണ്ണാടിയിട്ട് എൻ്റെ ഷോയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. ഇവിടെ കുറേ പേര് സൈക്ലിങ്ങിനും നടക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നടന്നതേ ഈ ലേക്കിൻ്റെ ഇവിടെ എത്തി. ഇവിടെ കുറേ പേര് ബോട്ടിംഗ് ഒക്കെ ചെയ്തത് നോക്കി കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നമ്മളും നിന്നു അവിടെ. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കര് ഇത് വെറുതെ അല്ല. ജിഷിന്റെ ബോഡി ഷോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അടിപ്പനായ ഒരു കാറ് പോകുന്നു. അതും നോക്കിയെന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചെറിയ ബ്ലോസം എത്തി. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ മലിഞ്ഞു കയറി അതിന്റെ മണ്ടയ്ക്കകത്ത്. എല്ലാവരും മാറ്റി ഒരുങ്ങി വന്നതുകൊണ്ട് മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അജീഷിൽ ഐഫോൺ ഉള്ളതുകൊണ്ട് ഫോട്ടോയ്ക്കും പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരൻ എന്തോ സീരിയസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. ഇവിടെ 8 മണിയും സണ്ണ് സെറ്റ് ആവാൻ. പക്ഷെ മൊത്തമുള്ളൊരു സീനറി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏതോ ഡാൻസ് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ക്യാമറ ഓൺ ചെയ്യുന്ന കണ്ടപ്പോൾ നൈസായിട്ട് പുള്ളിക്കാരൻ അങ്ങ് തിരിഞ്ഞു നിൽക്കുക. സ്നേഹം പറഞ്ഞതിന് വാഗമണിലെ മൊട്ടക്കുന്ന് പോലത്തെ ഈ കുന്നിന്റെ മുകളിൽ നിന്നാണ് നമ്മളിരുന്ന് സൺസെറ്റ് കാണുന്നത്. ഇവിടുന്ന് നോക്കി നമുക്ക് ആൽപ്സ് മൗണ്ടൻ ഒക്കെ കാണാം. പക്ഷെ വീഡിയോയിൽ അത് കാണാൻ പറ്റത്തില്ല. ആ കുന്നിന്റെ മുകളിൽ തണുത്ത് വരച്ചിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരത്ത് ആ സിറ്റി ഒക്കെ കാണാം. പക്ഷെ വീഡിയോയിൽ അങ്ങനെ അങ്ങ് കാണാൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരെയും കുന്നിൽ നിന്ന് വലിഞ്ഞിറങ്ങി. 8 മണിയായപ്പത്തിന് സണ്ണെല്ലാം സെറ്റായി നമ്മൾ നൈസായി വിട്ടു. അങ്ങനെ ബാൻഹോഫിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു. ഫുഡ് വാങ്ങിച്ച് നമ്മളെല്ലാവരും ഓടി ട്രെയിനിൽ കയറി. എന്നിട്ട് ട്രെയിനിൽ ഇരുന്നിട്ടാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചത്. മുഖം കണ്ട ഫാൻസ് കൂടുന്ന വെച്ച് പോവാണ് നമ്മുടെ മാത്യു. അങ്ങനെ നല്ലൊരു ദിവസത്തിന് എൻ്റെ ഇട്ട് ഞങ്ങൾ 11 മണിയായപ്പോൾ തിരിച്ചെത്തി.